ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വടുകപ്പുളി അച്ചാർ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അത് ഞങ്ങൾ ഓണത്തിന് ഇവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഓണത്തിൻ്റെ തലേ ദിവസം ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഇതാ നാരങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കണം. എന്നാലാണ് അതിലേക്ക് ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി എരിവിനായിട്ട് 1 സ്പൂണ് സാദാ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരല്പം ഉലുവപ്പൊടിയും കായപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് പൊടിച്ച് ചെറിയ കുപ്പിയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉലുവപ്പൊടിയും കായപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊരു സ്പൂൺ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ കൊണ്ടാണെങ്കിലും കൈ കൊണ്ടാണെങ്കിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല രീതിയിൽ ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഉപ്പൊക്കെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. എനിക്കുണ്ടായിരുന്നില്ല, അപ്പം ഞാൻ വീണ്ടും ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള വറവ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഇതാ ചെറിയൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു നുള്ളു കടുകും ഒരു പച്ചമുളക് പൊട്ടിച്ചതും കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ചിട്ട് നമ്മുടെ അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ചെറിയ പാത്രത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. ഞാനിതാ നല്ല ഭംഗിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് അച്ചാറൊക്കെ ഇട്ട് വെച്ചു കേട്ടോ. ഇനി നമ്മൾ ഓണത്തിന് വിളമ്പുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.